നമസ്കാരം സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട എപ്പോഴും ശാന്തനായി ഇരിക്കുന്ന ആ കൂൾ ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുതലയുടെ പുറത്തും പക്ഷികളുടെ കൂടെയും യാതൊരു പേടിയുമില്ലാതെ ചില്ല് ചെയ്ത് ഇരിക്കുന്ന കാപ്പിപ്പാറകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എലി വർക്കമാണെങ്കിലും ആളൊരു പാവമാണ്. ഇന്നത്തെ വീഡിയോയിൽ മൃഗലോകത്തെ ഈ സുഹൃത്തിനെക്കുറിച്ചുള്ള രസകരമായ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എലി വർക്കമാണ് കാപ്പിപ്പാറകൾ. രൂപത്തിൽ പെരിച്ചാഴിയോട് സാമ്യമുണ്ടെങ്കിലും ഇവയുടെ ശാന്തമായ സ്വഭാവം ഇവയെ മൃഗലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ജീവികളാക്കുന്നു. തെക്കേ അമേരിക്കയിലെ നദിക്കരകളിലും ചതുപ്പുനിലങ്ങളിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. ജലവുമായും കരയുമായും ഒരുപോലെ ബന്ധപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് ഇവയെ അർദ്ധജല ജീവികൾ എന്ന് വിളിക്കാം. ഏകദേശം ഒരു വലിയ നായയുടെ വലിപ്പമുള്ള ഇവയ്ക്ക് 65 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാകാറുണ്ട്. ശാരീരിക പ്രത്യേകതകളും നീന്തൽ വൈദഗ്ധ്യവും. വെള്ളത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് കാപ്പിപ്പാറകളുടെ ശരീരഘടന. ഇവയുടെ വിരലുകൾക്കിടയിലുള്ള നേർത്ത ചർമ്മം വെള്ളത്തിൽ അതിവേഗം നീന്താൻ സഹായിക്കുന്നു. കരയിൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ഇവയുടെ പതിവ്. 5 മിനിറ്റോളം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവയുടെ കണ്ണുകളും മൂക്കും തലയുടെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ശരീരം മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുമ്പോഴും സുരക്ഷിതമായി പുറംലോകം കാണാനും ശ്വസിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. ഭക്ഷണരീതിയും പല്ലുകളുടെ പ്രത്യേകതയും. പൂർണ്ണമായും സസ്യാഹാരികളായ കാപ്പിപ്പാറകൾ പുല്ലുകളും ജലസസ്യങ്ങളും മരത്തുള്ളികളുമാണ് ഭക്ഷണമാക്കുന്നത്. ഒരു മുതിർന്ന കാപ്പിപ്പാറ ഒരു ദിവസം ഏകദേശം 3 കിലോഗ്രാം വരെ പുല്ല് ഭക്ഷിക്കും. ഇവയുടെ മുൻപിലത്തെ പല്ലുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. കടുപ്പമേറിയ പുല്ലുകൾ കടിച്ചു തിന്നുമ്പോൾ പല്ലുകൾ തേഞ്ഞു പോകുന്നത് തടയാൻ പ്രകൃതി നൽകിയ ഒരു വരദാനമാണിത്. ദഹനം സുഗമമാക്കാൻ വേണ്ടി ഇവ സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്ന ഒരു പ്രത്യേക ശീലവും കാപ്പിപ്പാറകൾക്കിടയിലുണ്ട്. കാപ്പിപ്പാറകൾ കാഴ്ചയിൽ മടിയന്മാരാണെന്ന് തോന്നുമെങ്കിലും ആവശ്യമെങ്കിൽ വളരെ വേഗത്തിൽ ഓടാൻ ഇവയ്ക്ക് സാധിക്കും. കരയിൽ മണിക്കൂറിൽ ഏകദേശം 35 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവയ്ക്ക് കഴിയും. ജഗ്വാർ കടുവകൾ, വലിയ പാമ്പുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ശത്രുക്കൾ. ശത്രുക്കളെ കാണുമ്പോൾ ഇവ വെള്ളത്തിലേക്ക് ചാടുകയും വളരെ നിശബ്ദമായി നീന്തി രക്ഷപ്പെടുകയും ചെയ്യുന്നു. വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ മൂക്കിന്റെ ദ്വാരങ്ങൾ മാത്രം പുറത്തേക്ക് വെച്ച് ശ്വസിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. പ്രത്യുൽപാദനവും കുഞ്ഞുങ്ങളും. സാധാരണയായി വർഷത്തിൽ ഒരിക്കലാണ് കാപ്പിപ്പാറകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. ഒരു പ്രസവത്തിൽ 4 മുതൽ 5 വരെ കുഞ്ഞുങ്ങളുണ്ടാകും. ജനിച്ചു വീണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നടക്കാനും പുല്ല് തിന്നാനും കാപ്പിപ്പാറ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകും. കൂട്ടത്തിലുള്ള എല്ലാ പെൺകാപ്പിപ്പാറകളും ചേർന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു എന്നതാണ് ഇവയുടെ സാമൂഹിക ജീവിതത്തിന്റെ മറ്റൊരു പ്രത്യേകത. 1.5 വർഷം കൊണ്ട് ഇവ പൂർണ്ണ വളർച്ചയെത്തുന്നു. ശബ്ദങ്ങളിലൂടെയുള്ള ആശയവിനിമയം. കാപ്പിപ്പാറകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കുരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം, വിസിലടിക്കുന്നത് പോലെയുള്ള ശബ്ദം, മുരളൽ, കരച്ചിൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ ശബ്ദത്തിനും ഓരോ അർത്ഥമാണുള്ളത്. ഉദാഹരണത്തിന്, അപകടം വരുമ്പോൾ വലിയ ശബ്ദത്തിൽ കുരച്ചുകൊണ്ട് ഇവ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വളർത്തുമൃഗങ്ങളായ കാപ്പിപ്പാറകൾ. ചില രാജ്യങ്ങളിൽ കാപ്പിപ്പാറകളെ വളർത്തുമൃഗങ്ങളായി വളർത്താറുണ്ട്. ഇവ വളരെ ബുദ്ധിയുള്ളവരും പരിശീലിപ്പിക്കാൻ എളുപ്പമുള്ളവരുമാണ്. എങ്കിലും ഇവയ്ക്ക് എപ്പോഴും ധാരാളം വെള്ളം ആവശ്യമായതിനാലും കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതിനാലും സാധാരണ വീടുകളിൽ വളർത്തുന്നത് അല്പം പ്രയാസകരമാണ്. ജപ്പാനിലും അമേരിക്കയിലെ ചില ഭാഗങ്ങളിലും ഇവയ്ക്ക് വലിയ ആരാധകരുണ്ട്. മൃഗലോകത്തെ സുഹൃത്ത്. കാപ്പിപ്പാറകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ പ്രധാന കാരണം അവയുടെ സൗഹൃദ സ്വഭാവമാണ്. മുതലകൾ, പക്ഷികൾ, കുരങ്ങുകൾ, പൂച്ചകൾ തുടങ്ങി മറ്റു മൃഗങ്ങളുമായി യാതൊരു ഭയവുമില്ലാതെ ഇവ ഇടപഴകുന്നു. സാധാരണയായി 10 മുതൽ 30 വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായാണ് ഇവ സഞ്ചരിക്കുന്നത്. ശത്രുക്കൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കുരയ്ക്കുന്നതുപോലെയുള്ള ശബ്ദമുണ്ടാക്കി ഇവ മറ്റ് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ജപ്പാനിലെ മൃഗശാലകളിൽ ഇവയ്ക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ സൗകര്യമൊരുക്കാറുണ്ട്. ഇത് കാണാൻ തന്നെ വലിയ രസമാണ്. അപ്പോൾ കാപ്പിപ്പാറകളെക്കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത്രയും സൗഹൃദപരമായ മറ്റൊരു ജീവി വേറെയുണ്ടോ എന്ന് സംശയമാണ്. കാപ്പിപ്പാറയുടെ ഏത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.